പത്തരമാറ്റിൻ്റെ അടുപ്പിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ കൂട്ടുകാരിയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അബി ഇപ്പോൾ എന്തായാലും വലിയൊരു സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു പോസ്റ്റ് അബി ഒരിക്കലും കിട്ടുമെന്നുള്ള സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് അത് ശരിയാക്കി കൊടുത്തത്. പക്ഷേ അത് അവൻ്റെ തോൽവിക്ക് മുമ്പുള്ള ഒരു ഉയർച്ച മാത്രമാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഒരു പതനം എന്ന് പറയുന്നത് ആർക്കും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതുപോലെ ഇഞ്ചിഞ്ചായി എനിക്ക് അവനെ കൊല്ലാകൊല ചെയ്ത് കൊല്ലണം, അല്ലാതെ അവനെ വെറുതെ പെട്ടെന്ന് കൊന്നാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരിയുമായിട്ട് നവ്യ ചർച്ച ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ അബി ആവട്ടെ അവിടെയുള്ള മാളവികയെ വളച്ചെടുക്കാനും നവ്യയെ ആ ഒരു ഓഫീസിൽ നിന്നും പുറന്തള്ളാനുമുള്ള തീരുമാനത്തിലാണ്. കാരണം നവ്യ ആ ഒരു ഓഫീസുമായി ബന്ധം ഉള്ളത് തുടർന്ന് കഴിഞ്ഞാൽ അവൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരികയും ഒക്കെ ചെയ്യും. പക്ഷെ അത് എനിക്ക് മാളവികയുമായിട്ട് അടുക്കാനുള്ള ഒരു അവസരത്തെ ഇല്ലാതാക്കുകയുമാണ് ചെയ്യുക. കാരണം അവളുടെ കണ്ണിൽ പെട്ടാൽ പിന്നെ എൻ്റെ സ്ഥാനത്ത് നിന്നും അവൾ പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങും. അതിനെക്കൊണ്ട് അത് പാടില്ല. അവൾ മോഡലിങ്ങിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിന് വേണ്ടിയിട്ട് ഡേവിഡ് സാറുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കൂട്ടുകാരിയുമായിട്ട് ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്ത ശേഷം ഓഫീസിലോട്ട് വരികയാണ് നവ്യ. അതേസമയം നമ്മുടെ അബിയാണെങ്കിൽ ഡേവിഡിൻ്റെ ക്യാബിനിലോട്ട് പോവുകയാണ്. അങ്ങനെ എന്താ അബി, എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും അറിയാത്തതായിട്ടുണ്ടോ? നിനക്ക് പിന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാനം തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഉത്തരവാദിത്വം ഒന്നും കൂടെ കൂടുമെന്ന് മാത്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ എന്നൊക്കെ ഡേവിഡ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അബി പറയുന്നുണ്ട്, സർ ഇപ്പോൾ നമ്മൾ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മോഡലിംഗ് രംഗത്ത് നിന്നും നമുക്കൊരു മാറ്റം വരുത്തിയാൽ ഇതിനേക്കാളും ഉയർന്ന പദ്ധതിയിലെത്താൻ നമുക്ക് സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ്, താനെന്താ പറയുന്നു വരുന്നത്? മോഡലിംഗ് രംഗത്ത് ഇപ്പോൾ കത്തി നിൽക്കുന്ന നവ്യയാണല്ലോ, അത് തൻ്റെ ഭാര്യയല്ലടോ. അവളെ മാറ്റണമെന്നാണോ താൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അവളെ മാറ്റണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നതല്ല. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഭാര്യ വേറെ, കുടുംബം വേറെ, സ്ഥാപനം വേറെ എന്നാണല്ലോ. അത്രയ്ക്കും കൂറ് പുലർത്തണം എന്നാണല്ലോ. അങ്ങനെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ സാറ് ചിന്തിക്കേണ്ട. അവളോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഞാൻ ഈ സ്ഥാപനത്തോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അവളെ കണ്ടു മടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മോഡലിംഗ് രംഗത്ത് നമ്മൾ ഒരു ആളെ മാറ്റി പിടിച്ചാൽ അത് ഒന്നും കൂടെ കത്തി നിൽക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം വരികയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അബി ഡേവിഡുമായി തന്നെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്നത് നവ്യ കേൾക്കുകയാണ്. അപ്പോൾ നവ്യ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് മുമ്പേ എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള ആ ഒരു പദ്ധതി തുടങ്ങിയല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. അങ്ങനെ നീ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് നീ ഇവിടെ വിലസാമെന്നും മാളവികയുമായിട്ട് കൊഞ്ചിക്കുഴയാമെന്നും വിചാരിക്കണ്ട. അതിന് ഞാൻ അനുവദിക്കില്ല. എന്നെപ്പോലുള്ള പല പെൺകുട്ടികളെ നീ ചതിച്ച് വശത്താക്കി ജീവിതം തകർത്തു. ഇനി അവളുടെ ജീവിതം കൂടെ തകർത്താൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ നവ്യ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, താൻ എന്താടോ ഈ പറയുന്നത്? ഇപ്പോൾ തൽക്കാലം നമുക്ക് കുഴപ്പമൊന്നുമില്ല. നവ്യ അവിടെ തന്നെ നിൽക്കട്ടെ. ആലോചിച്ച് തീരുമാനിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം. ഇതൊന്നും വളരെ പെട്ടെന്ന് തന്നെ എടുക്കേണ്ട തീരുമാനമല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത്, സാർ തീരുമാനിച്ചോളൂ, ആലോചിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. ഇനി നവ്യയെ എൻ്റെ ഒരു ഇത് പറഞ്ഞിട്ട് ഭാര്യയാണല്ലോ എന്നാലോചിച്ചിട്ട് സാറ് ആ ഒരു തീരുമാനം എടുക്കാനൊന്നും മടിക്കൊന്നും വേണ്ട. അവളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലൊന്നുമല്ല. അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ തൽക്കാലം ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ജീവിക്കാൻ നമുക്ക് മറ്റൊരു ജോലി ചെയ്തിട്ട് കിട്ടുന്നതിലപ്പുറം ശമ്പളം എനിക്ക് സാറ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും, അവളുടെ ജോലി പോയാലും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് നിൽക്കുകയാണ് അബി.